വെൽക്കം ടു സയൻസ് കിച്ചനേറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചില്ലി ഓയിൽ ചേർത്തൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. ചില്ലി ഓയിൽ തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 12 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 4 വറ്റൽമുളകിൻ്റെ അരി കളയാതെയും 8 എണ്ണത്തിൻ്റെ അരി കളഞ്ഞുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കുക. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2.5 ടേബിൾ സ്പൂൺ സോയ സോസും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചൂടാക്കിയ ഓയിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി അല്പം ഉപ്പും 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ചില്ലി ഓയിൽ റെഡി. ഇനി 150 ഗ്രാം ബോൺലെസ് ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സോയ സോസും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് മാറ്റിവെക്കുക. ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് പാനിൽ നിന്നും മാറ്റാം. ഇനി ഇതേ ഓയിലിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റുക. ഇതിലേക്ക് 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയനും 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റുക. 1/4 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞതും അല്പം ഉപ്പും ചേർത്ത് ഒന്നുകൂടി വഴറ്റുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഓയിൽ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത റൈസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അല്പം സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്താൽ വളരെ രുചികരമായിട്ടുള്ള ചില്ലി ഓയിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.